തെരഞ്ഞെടുപ്പിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് ആണ് വന്നതെന്ന് പറഞ്ഞ ഒരു ഫോട്ടോ ഒക്കെ അവർ പുറത്ത് വിട്ടു, ഒപ്പം നിന്നിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ് ഞങ്ങൾ LDF പിന്തുണ വെക്കുകയാണ്. അത് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് വന്നത്, കാണാൻ വന്നത്. അല്ല, ഇതങ്ങനെയില്ല. ഓഫീസിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ പലരും വരും. അതിപ്പോ പിന്നെ സന്യാസിക്ക് വരാം, പള്ളിയച്ചന്മാർ വരും, പിന്നെ ഇവരും വരും, ആര് മൗലവിമാർ വരും, അല്ലാത്തവർ. തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പിൽ ആരൊക്കെ വരും? ഇതിവിടെ നോക്കേണ്ടത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ നിലപാടുകളാണ്. രാഷ്ട്രീയ നിലപാടിൽ നമ്മുടെ നാട്ടിൽ BJP ഞങ്ങളും തമ്മിലാണ് രാഷ്ട്രീയ സമരം. RSSും ഞങ്ങളും തമ്മിലാണ് രാഷ്ട്രീയ സമരം. RSSും ഞങ്ങളും തമ്മിൽ എന്തെങ്കിലും തമ്മിൽ ഐക്യമോ ബന്ധമോ ഉണ്ടെങ്കിൽ അത് രാഷ്ട്രീയമായൊരു ചതി പ്രയോഗമാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടല്ലോ, അവരും ഞങ്ങളും തമ്മിൽ ഒരു രാഷ്ട്രീയ ബന്ധം ഉണ്ടാക്കുക വെച്ചാൽ അതൊരു ചതിപ്രയോഗമാണ്. അത് ശരിയല്ല. രാഷ്ട്രീയത്തിലെ മൂല്യരഹിതമായ രാഷ്ട്രീയ പ്രവർത്തനം. അതല്ലാത്തതൊക്കെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് നാളെ രാവിലേക്ക് ഒരു വാർത്ത വേണം എന്നതുകൊണ്ട് ഉണ്ടാക്കുന്ന അതിൽ സത്യം മറുപടി തന്നെ പറയാൻ പറ്റില്ല. മറുപടി അർഹിക്കാത്ത ഒരു വിഷയത്തിലാണ് നിങ്ങൾ ചോദ്യം ചോദിക്കേണ്ടത്. ഞാൻ പിന്നെ പിന്നെ എന്താ പറയുക, ഒരു പാവപ്പെട്ടവനായതുകൊണ്ട് നിങ്ങൾ ചോദിച്ചതിന് ഒരു മര്യാദയ്ക്ക് മറുപടി ഞാൻ ആദ്യം പറഞ്ഞില്ല, പിന്തുണ ഇല്ലാത്ത ഒരാളെ പിന്തുണ പ്രഖ്യാപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെ ഉണ്ടാവില്ല. ഇതിപ്പോ നമ്മൾ ആഫീസിൽ പലരും വരില്ലേ, ആഫീസിൽ പലരും വരും. അങ്ങനെ ഒരാൾ വന്നു എന്നല്ലാതെ അതിൽ കഴിഞ്ഞൊരു പ്രാധാന്യം ഇല്ല. അത് രാഷ്ട്രീയമായൊരു കണ്ടുമുട്ടലല്ല. ഇത് രാഷ്ട്രീയ ചർച്ച നടത്തുന്ന സ്ഥലമാണോ? ഈ പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നിന്നാലും രാഷ്ട്രീയ ചർച്ച നടത്തും? അതിലല്ലോ. അത് പല ആളുകളും നമ്മളെ ഓഫീസിൽ വരും, ഇനിയും പലരും വരാം. ഞാൻ പറയാം, ഈ ഒരു RSS സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരാളും ഞങ്ങളുടെ പാർട്ടി പിരിവ് അവിടെ പല ആളുകളും വരും. അതിപ്പോ ഒരു ഹിന്ദു വേഷം ധരിച്ച ഒരാൾ വന്നാൽ RSS ആണെങ്കിൽ നമുക്ക് പ്രശ്നമാണ്. നമ്മളെ അതുണ്ടാവില്ല. രാഷ്ട്രീയ ചർച്ചകൾ സ്ഥലമില്ലല്ലോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ ആരും ഓരോ ആൾക്കാർ വന്നവരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? തെരഞ്ഞെടുപ്പ് കാലത്ത് ഓഫീസിൽ ഇരുന്ന് ഒരാൾ ഒഴിവാക്കാൻ പറ്റില്ല. അതിപ്പോ ഏത് സാമൂഹ്യ വിഭാഗത്തിൽപ്പെട്ട ആളായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളെ വന്ന് കാണാൻ വന്നാൽ എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറി ചിരിച്ച് സംസാരിക്കണം. അത് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ അങ്ങനെയില്ലേ?